بسم الله الرحمن الرحيم. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1417 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമായ സൂറത്ത് സജ്ദയിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم. صدق الله العلي العظيم. സൂറത്തു സജ്ദയിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തു സജ്ദയുടെ പഠനം ആരംഭിക്കുകയുണ്ടായി. ആദ്യത്തെ 3 ആയത്തുകൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. ആ ആയത്തുകളിലായിട്ട് അള്ളാഹു വളരെ ശക്തമായ വിധത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ അത് സ്വന്തം നിലക്ക് അദ്ദേഹം ചമച്ചുണ്ടാക്കിയതാണ് എന്നൊരു ആരോപണവും ആക്ഷേപവും ഒക്കെയാണ് മക്കയിലെ ആളുകൾ ഉന്നയിക്കുകയുണ്ടായത്. അതിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് അല്ലാഹു വളരെ ശക്തമായ ഭാഷയിൽ ഇവിടെ വ്യക്തമാക്കുകയുണ്ടായത് ഇത് ഒരു സംശയവും വേണ്ട, ലോകങ്ങളുടെ പ്രപഞ്ചങ്ങളുടെ നാഥൻ ആയ അള്ളാഹുവിൽ നിന്നുള്ള ദൈവികമായ അവതരണമാണ്, ദിവ്യാവതരണമാണിത് എന്നാണ്. ഒന്നാമത്തെ 3 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തിനെ പിന്തുടർന്നുകൊണ്ടുള്ള 2ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് മക്കയിലെ ആളുകൾ ഉന്നയിച്ചിരുന്ന ആ ആരോപണം അള്ളാഹു പരിഗണനയ്ക്ക് വിധേയമാക്കുകയാണ്. ഇത് അദ്ദേഹം സ്വയം ചമച്ചുണ്ടാക്കിയതാണ് എന്നാണോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അം യഖൂലൂന ഇഫ്തറാഹു എന്ന് പരാമർശിച്ചുകൊണ്ട് പറയുന്നത് ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക, അങ്ങനെയല്ല, ഇത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണ് ഈ അവതരിച്ചിരിക്കുന്നത്. അത് വെറുതെ അവതരിച്ചതുമല്ല,
ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ലിതുന്ദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക. ഒരു സമൂഹത്തിനുള്ള താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത അവർക്ക് നേരത്തെ ഒരു താക്കീതുകാരനും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. ലഅല്ലഹും യഹ്തദൂൻ. ആ ഒരു നടപടി അവരെ സന്മാർഗികളാക്കിയെങ്കിലോ അവർക്കൊരു അവസരം നൽകുക എന്നുള്ള നിലക്ക് ആ സമൂഹത്തിന്റെ താക്കീതുകാരനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചയച്ചതാണ്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ദിവ്യ വെളിപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. മക്കയിലെ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയ ഒന്നാമത്തെ അവരുടെ വിമർശനമോ എതിർപ്പോ ആയിട്ട് അവർ രേഖപ്പെടുത്തിയ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങള്, വിശുദ്ധ ഖുർആന്റെ ആയാത്തുകള്, അത് അദ്ദേഹം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയ സംഗതിയാണ് എന്നതാണ്. ആ കാര്യം അള്ളാഹു നിഷേധിക്കുന്ന ഒരു പ്രസ്താവന നടത്തുക മാത്രമേ അക്കാര്യത്തിൽ വേണ്ടതുള്ളൂ എന്നതും നമ്മൾ കാണുകയുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അവർക്കിടയിൽ ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള വചനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം വാക്യങ്ങളായിട്ട് കേൾപ്പിക്കാൻ സാധിക്കുക എന്നത് ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ് എന്നത് അവർക്ക് ഓരോരുത്തർക്കും അറിയാം. അവരത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സന്നദ്ധരല്ല എന്ന കാര്യം അവര് അറിയിക്കുന്നതിന്റെ മറ്റൊരു രൂപമായിട്ടാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ ഇങ്ങനെ ഒരു ആക്ഷേപം, ഒരു ആരോപണവും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്. അല്ലാതെ ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് അവർക്ക് പോലും അത് ബോധ്യപ്പെടുന്നതല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതുവരെയുള്ള ചരിത്രം അവർക്ക് അറിയാവുന്നതാണ്. അത് വെച്ചുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവര് അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഈ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപ്പാടുകളായ ആയാത്തുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് പറയുന്നതാണ് എന്നത് അവർക്ക് സങ്കല്പിക്കുക എന്നത് അസാധ്യമായ ഒരു സംഗതിയാണ്. പക്ഷെ അവരൊരു ആരോപണം അങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആശയം അല്ലെങ്കിൽ താല്പര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആ ജീവിത ദർശനം ഈ ആയാത്തുകളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് അത് അംഗീകരിക്കാൻ തങ്ങൾ സന്നദ്ധരല്ല എന്ന കാര്യമാണ്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, അദ്ദേഹം തങ്ങളുടെ ദൈവങ്ങളെയും ദേവതകളെയും ദേവന്മാരെയും തങ്ങളുടെ ആരാധനാമൂർത്തികളെയും ഒക്കെ നിരാകരിക്കുന്നു, തള്ളിക്കളയുന്നു, അവയെ നിഷേധിക്കുന്നു, അവയെ ദൈവങ്ങളായിട്ട് പരിഗണിക്കാൻ ദിവ്യശക്തിയുള്ള എന്തെങ്കിലുമായിട്ട് കാണാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. മറിച്ച് പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ഏകനായ റബ്ബ് മാത്രമാണ് ദൈവം എന്ന കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതിനെതിരിലാണ് അവര് ഉന്നയിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആക്ഷേപവും വിമർശനവും ഒക്കെ. ഒന്നാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വ്യാജമായി സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയതാണ് എന്ന കാര്യമാണ്. തുടർന്നുള്ളത് ഈ വാക്യങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആശയം അത് അവർക്ക് അസ്വീകാര്യമാണ് എന്നതിനാൽ തന്നെ അവർ അതിനെ നേരിട്ടുകൊണ്ട് തങ്ങളുടെ ദേവന്മാരെയും ദേവതകളെയും ഒക്കെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഈ നിലപാട്, ആ സംഗതിയെയാണ് അവര് ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലക്കാണ് എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഈ പ്രബോധന ദൗത്യം നിർവഹിക്കുന്നു എന്നതിനുള്ള ഒരു വ്യക്തത ഉണ്ടാക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം. ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന അല്ലാഹു ആണ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചങ്ങളുടെ സ്രഷ്ടാവ് അല്ലാഹുവാണ്. വമാ ബൈനഹുമ, ആകാശങ്ങളും ഭൂമിയും മാത്രമല്ല അവയ്ക്കിടയിലുള്ള സകലതിനെയും. അപ്പൊ ഈ പ്രയോഗങ്ങൾ കൂടി വരുന്നതോടെ പ്രപഞ്ചങ്ങൾ മുഴുവനും തന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്, അവയുടെ സ്രഷ്ടാവ് അല്ലാഹുവാണ് എന്ന കാര്യം അത് ഈ ആളുകളൊക്കെ നിഷേധിക്കുകയും അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നു എങ്കിൽ പോലും യാഥാർത്ഥ്യം ഈ പ്രപഞ്ചങ്ങളുടെ സ്രഷ്ടാവ് അല്ലാഹുവാണ് എന്നതാണ്. അതൊക്കെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായിട്ടാണ്, 6 ഘട്ടങ്ങളിലായിട്ടാണ് അവൻ ഈ പ്രപഞ്ച സാകല്യത്തെ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ സൃഷ്ടിച്ചൊരുക്കിയിട്ടുള്ളത്. സുമ്മസ്തവ അലൽ അർശ്, അതിനെ തുടർന്ന് അവൻ സിംഹാസനസ്ഥനായി എന്ന് പറയുമ്പോൾ ഒരു കസേരയിട്ട് അല്ലെങ്കിൽ വലിയ രാജാവ് ഇരിക്കുന്ന പോലെയുള്ള ഒരു ഇരിപ്പിടം ഇട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്നൊന്നുമല്ല. എന്താണോ സിംഹാസനം എന്ന പ്രതീകാത്മകമായ സംഗതി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ആ കാര്യമാണ് ഇവിടെ അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. അല്ലാഹു ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചു, അതിനുശേഷം പോയി കിടന്നുറങ്ങി എന്നല്ല, മറിച്ച് അവയുടെ മേലുള്ള സമ്പൂർണമായ നിയന്ത്രണവും അധികാരവും അവൻ അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഭൂപ്രദേശത്തിന്റെ മേലുള്ള തന്റെ അധികാരത്തെയും നിയന്ത്രണത്തെയുമാണ് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത്. ഇതേ രാജാവ് മണ്ണ് വെട്ടിയുണ്ടാക്കിയ കുഴിയിൽ പോയി കിടന്നാൽ നമ്മൾ രാജാവിന് അധികാരമുള്ളവനായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളായിട്ടോ കാണാറില്ല. അയാൾ മരിച്ചു, അയാൾ മണ്ണടിഞ്ഞു പോയി എന്നേ മനസ്സിലാക്കുകയുള്ളൂ. അപ്പൊ ഈ സിംഹാസനത്തിന് ഒരു പ്രതീകാത്മകമായ അർത്ഥ കൽപ്പന അല്ലെങ്കിൽ അർത്ഥ സൂചനയുണ്ട്. അത് അധികാരമാണ്, നിയന്ത്രണമാണ്. അപ്പൊ അല്ലാഹു ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചു, എന്നിട്ട് അവയുടെ മേൽ അവൻ സമ്പൂർണമായ നിയന്ത്രണം, അവയെ കൈകാര്യം ചെയ്യുന്നതിന്, അവയെ പ്രവർത്തനക്ഷമമാക്കുന്നതിന്, അവയുടെ നൈരന്തര്യമൊക്കെ ഉറപ്പുവരുത്തുന്നതിന് അല്ലാഹു സകല കാര്യങ്ങളുടെയും നിയന്ത്രണം അവൻ നിർവഹിക്കുന്നു. മാലക്കും മിൻ ദൂനിഹി മിൻ വലി, എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അവനല്ലാത്ത വേറെ ഏതെങ്കിലും രക്ഷകനുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കണ്ട. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക അള്ളാഹുവിൽ നിന്നായിരിക്കും. അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് നിങ്ങളുടെ മേൽ അവന് അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്ന് നിങ്ങളെ സ്വയം അടർത്തിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വിധത്തിൽ ഒരു വലിയും ഉണ്ടാവില്ല. ഒരു വലിയനും നിങ്ങളെ അവനിൽ നിന്ന്, അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നിങ്ങളെ സഹായിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കി വിടാൻ സാധിക്കുകയില്ല എന്നതാണ് നൽകപ്പെടുന്ന സൂചന. അപ്പോ മാലക്കും മിൻ ദൂനിഹി മിൻ വലി, അപ്പോ അവന്റെ അധികാര നിയന്ത്രണങ്ങളിൽ നിന്ന് നിങ്ങളെ മുക്തരാക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും സംരക്ഷകനോ സഹായിയോ ഉണ്ട് എന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെയില്ല. വലാ ഷഫീഅ, ഇനി അവന്റെ അടുക്കൽ വല്ല ശുപാർശയും നടത്തിയിട്ട് നിങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ഷഫീഅ വല്ലതും ഉണ്ടോ? അതും ഇല്ല. അപ്പോ നിങ്ങളെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ
ഒക്കെ കഴിയുന്ന ഒരു വലിയില്ല, നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് സംസാരിക്കാൻ, ശഫാഅത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തിയും ഇല്ല, ഒരു വലിയുമില്ല, ഒരു ശഫീഉമില്ല. അഫലാ തതദക്കറൂൻ, ഈ കാര്യം നിങ്ങളെന്തേ ഗൗരവത്തില് ആലോചിക്കാതിരിക്കുന്നു എന്നതാണ് ചോദ്യം. ഈ പ്രപഞ്ച സംവിധാനങ്ങൾക്കൊക്കെ ഒരു തുടക്കമുണ്ട്. അത് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രപഞ്ചത്തിലെ ഏത് പ്രതിഭാസത്തെ നിരീക്ഷിച്ചാലും അതിനെ നമുക്ക് അതിന്റെ ഒരു തുടക്ക കാലത്തിലേക്ക് ഉള്ള പഠനം കൊണ്ടുപോകാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അതിനൊരു ഒടുക്കവും ഉണ്ട്. കാരണം ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഒരു സമയനിഷ്ഠതയുണ്ട്, ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ഒരു 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 കാലം അത് പ്രവർത്തനക്ഷമമാകുന്നതിനായിട്ടുണ്ട്. ആ കാലം കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. ആ വിധത്തിലാണ്, അല്ലെങ്കിൽ രൂപമാറ്റം വരും. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത്, അള്ളാഹുവാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അത് 6 ദിവസങ്ങളിലായിട്ടാണ് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 6 ദിവസങ്ങൾ എന്നത് നമുക്ക് പരിചയമുള്ള 6 ദിവസങ്ങളായിട്ട് ഗണിക്കേണ്ടതില്ല. കാരണം ഈ 6 ദിവസങ്ങള് സൂര്യനും ചന്ദ്രനും ഉദയവും അസ്തമയവും ദിവസമാറ്റവും രാവും പകലും ഒക്കെ ഉണ്ടായി വരുന്നതിന്റെ മുന്നേയുള്ള ഒരു പ്രതിഭാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷമാണ് അങ്ങനെയുള്ള ദിവസക്രമവും സമയവും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് തന്നെ. അതിന്റെ മുമ്പുള്ള ഒരു കാലത്താണല്ലോ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. അപ്പോ അതിന് 6 ദിവസങ്ങളാണ് അവൻ വിനിയോഗിച്ചത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനില് ദിവസം എന്ന പ്രയോഗം വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളിലായിട്ട് ഉപയോഗിക്കപ്പെട്ടതായിട്ട് നമുക്ക് വേറെ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അതിന്റെ ദൈർഘ്യം പറയുന്നതും പലയിടത്തും 1000 വർഷവും 50,000 വർഷവും എന്നൊക്കെ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ദിവസത്തിന് ഒരിക്കലും തന്നെ ഒരേ അളവല്ല വിശുദ്ധ ഖുർആന്റെ ഭാഷാ ശൈലിയിൽ എന്നത് കാണാൻ പ്രയാസമില്ല. യൗമ് എന്നത് ഒരേ മെഷർമെന്റ് ഓഫ് ടൈം, എല്ലായിടത്തും ഒരേപോലെ എന്ന നിലക്കല്ല വിശുദ്ധ ഖുർആനില് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിന് തെളിവ് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതിലേക്ക് നമ്മൾ വരാം. ഇവിടെ അള്ളാഹു 6 ദിവസങ്ങൾ കൊണ്ട് ഈ ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചു എന്ന് വേറൊരിടത്ത് 2 ദിവസം കൊണ്ട് അതിന്റെ ഉപരിതലത്തിലുള്ള സകല സസ്യലതാദികളെയും മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു എന്നതും അതിനെ ഏറ്റവും കമനീയവും ആകർഷകവുമായ വിധത്തിൽ അലങ്കരിച്ചൊരുക്കി എന്നതും കൂടി ചേർത്ത് പറയുന്നത് കാണാം. അപ്പോ 6ഉം പിന്നീട് 2ഉം കൂടി അതിനോട് ആഡ് ചെയ്യുമ്പോൾ 8 ദിവസമായി. അപ്പൊ ഇത് ചില സമയഗണനകളെ മാത്രമാണ്. അത് പ്രതീകാത്മകമായി മനുഷ്യന് ഒരു ആശയം കൺവേ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്ന നിലയ്ക്ക് അത് കാണാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ വളരെ വികാസം നേടുന്ന ഒരു ഘട്ടത്തില് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് 6 പ്രത്യേക ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. തിരിച്ചറിയാവുന്ന വിധത്തില് വ്യത്യസ്തമായ 6 സ്റ്റേജസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരും. അങ്ങനെ സാധ്യത തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആയത്ത് അത്തരം സംഗതികളെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കുവാനും നമുക്ക് എളുപ്പമുണ്ടാവും. പക്ഷെ നിലവില് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ യൗമ് എന്ന പദം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി 6 ഘട്ടങ്ങൾ അള്ളാഹുവിന്റെ വിലയിരുത്തലിൽ അല്ലെങ്കിൽ വിശകലനത്തില് പരിഗണിക്കപ്പെടുന്ന 6 സ്റ്റേജസ് ആയിട്ടാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ്. അതിനെ തുടർന്ന് ഞാൻ സൂചിപ്പിച്ചു, ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ച് അള്ളാഹു അങ്ങ് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന നിരന്തരമായിട്ട് അവന്റെ അധികാര സ്ഥാനത്ത് നിന്ന്
നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ സംഗതിയിലേക്ക്. നമുക്കറിയാം, ഈ കെമിസ്ട്രി പഠിക്കുന്നവർക്ക് ഓരോ വസ്തുവിന്റെയും മൂലഘടകമായ തന്മാത്രയെ കുറിച്ചും അതിന്റെ കെമിക്കൽ എലമെന്റിനെ കുറിച്ചും ഒക്കെ അവര് വിശകലനം ചെയ്ത് പറയാറുണ്ട്. അപ്പൊ ഓരോ തന്മാത്രക്കും അതിന്റെ ഒരു ഘടനയുണ്ട്, അതിനെ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു ക്രമീകരണം അതിനകത്തുണ്ട്. ഓരോ ആറ്റമിനും അതിന് ഒരു ന്യൂക്ലിയസും അതുപോലെയുള്ള ഘടകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് അതിന്റെ അകത്ത് ഒരു ആന്തരികമായ പ്രവർത്തനം അതിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഓരോ മൂലകത്തിന്റെയും അല്ലെങ്കിൽ ഓരോ കെമിക്കൽ എലമെന്റിന്റെയും ഏറ്റവും സൂക്ഷ്മമായ ഒരു ഘടകം അതിന്റെ സ്വഭാവ ഗുണങ്ങൾ കാണിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഉപ്പിന്റെ ഏറ്റവും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കണം എടുത്ത് വായിലിട്ടാലും അതിന് ഉപ്പിന്റെ രുചി ഉണ്ടാവും. പഞ്ചസാരയുടെ അതുപോലെ ഒരു വളരെ ചെറിയൊരു അംശം എടുത്ത് വായിലിട്ടാലും അതിന് മധുരം ഉണ്ടാവും. ഇത് ഈ രണ്ട് സംഗതികളുടെയും ഏറ്റവും സൂക്ഷ്മമായ കണിക പോലും നിരന്തരമായി അതിന്റെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാകുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. പ്രപഞ്ചത്തിലുള്ള ഓരോ സംഗതികളും അങ്ങനെയാണ്. അതിന് അതിന്റെ തനതായ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന് നിർണയിക്കപ്പെട്ടിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് അത് കാണിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകൃതം പ്രകടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ഇത് നിർവഹിക്കുന്നത് വളരെ സൂക്ഷ്മമായ തലത്തിൽ എന്ന പോലെ വളരെ ബൃഹത്തായ വളരെ വിശാലമായ പ്ലെയിനിലോ ക്യാൻവാസിലോ ആയിട്ടും ഇതേ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവയെ പ്രവർത്തനക്ഷമമാക്കുന്നത് അള്ളാഹുവിന്റെ ഒരു നെറ്റ്വർക്കാണ് എന്നതാണ് നമുക്ക് ഖുർആന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിരന്തരമായി അള്ളാഹു അവന്റെ സിംഹാസനത്തിൽ നിന്ന്, അവന്റെ അധികാര കേന്ദ്രത്തിൽ നിന്ന് ഈ അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മമായ സംഗതികൾക്ക് പോലും കൽപ്പനകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും പ്രവർത്തനക്ഷമമാക്കുന്നത് എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. അങ്ങനെ ഒരു പ്രവർത്തനം, ഒരു 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 കോസ് ആൻഡ് ഇഫക്റ്റ് സംവിധാനം പ്രപഞ്ചത്തിലെ മിക്ക പ്രതിഭാസങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രതിഭാസങ്ങൾക്കും ഉള്ളതായിട്ട് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്ന സുമ്മസ്തവ അലൽ അർശ്, തുടർന്ന് ഈ സൃഷ്ടിപ്പിന്റെ ശേഷം അവൻ അവന്റെ അധികാര സിംഹാസനത്തിലേറി, അല്ലെങ്കിൽ സകല സംഗതികളുടെയും നിയന്ത്രണം, അവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും പ്രവർത്തനക്ഷമമാക്കുന്നതും അവയുടെ ക്വാളിറ്റീസിനെ നിർണയിക്കുന്നതും അവയുടെ ഫങ്ഷൻ ഉറപ്പുവരുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ദൈവിക അധികാര പ്രയോഗം നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. സിംഹാസനം കാലിയല്ല, നിർദ്ദേശങ്ങൾ നൽകാനോ നിരീക്ഷിക്കാനോ ഇടപെടാനോ ആളില്ലാത്ത ഒരവസ്ഥയല്ല ഉള്ളത്. മറിച്ച് എല്ലാറ്റിന്റെ മേലും സമ്പൂർണമായ നിയന്ത്രണം ഉള്ളവനായിക്കൊണ്ട് അള്ളാഹു നിലകൊള്ളുന്നു. എന്നിട്ട് മാലക്കും മിൻ ദൂനിഹി മിൻ വലിയും വലാ ഷഫീഅ എന്ന് പറഞ്ഞല്ലോ. അവനെ അവഗണിക്കുക നിങ്ങൾക്ക് സാധ്യമല്ല. അവനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറൊരാളുടെ സംരക്ഷണം അനുഭവിക്കുക, അല്ലെങ്കിൽ വേറൊരാള് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക, എങ്ങനെ ഒരു സംഗതിയും സാധ്യമല്ല. ഒരു സംഗതിയും ഒരു കാര്യവും അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയിട്ടില്ല. ആർക്കും അവന്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാം എന്ന് കരുതാൻ നിർവാഹമില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തേ ആലോചിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇക്കാര്യം അവൻ പറയുന്നത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്, ആകാശത്ത് നിന്ന്
ഭൂമിയിലേക്കായിട്ട്, അല്ലെങ്കിൽ ആകാശം മുതൽ ഭൂമി വരെ അവൻ അവന്റെ കൽപ്പനകളെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. യുദബ്ബിറുൽ അംർ. അൽ അംർ എന്ന് പറഞ്ഞാൽ കാര്യം, കൽപ്പന, നിർദ്ദേശം എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. അള്ളാഹു നിരന്തരമായിട്ട് കാര്യങ്ങള് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു വായന നടത്തുന്ന പോലെ പ്രപഞ്ചത്തിലെ സകലതിനെയും ഓപ്പറേഷണൽ ആക്കുന്നതിന് വേണ്ടി, ഫങ്ഷണൽ ആക്കുന്നതിന് വേണ്ടി, പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടി അവൻ നിരന്തരം കൽപ്പനകള് നൽകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സൂക്ഷ്മമായ ഒരു ഘടകം പോലും പ്രവർത്തിക്കുന്നത് ഈ ദൈവികമായ അമ്ര കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ദൈവികമായ കൽപ്പനകള്. ഇതെങ്ങനെ കൽപ്പന വരുന്നു? ഇത് ഒരു പ്രവാചകൻ കൊണ്ടുവരികയാണോ, ഒരു മലക്ക് കൊണ്ടുവരികയാണോ എന്ന ചോദ്യമൊക്കെ അപ്രസക്താണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽപ്പനകൾ അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തിൽ ഏറ്റവും സൂക്ഷ്മമായ ഘടകങ്ങളിൽ എത്തിക്കുന്നതിന് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് തന്നെ ആലോചിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അത് ഓരോ സംഗതിയും സൃഷ്ടാവുമായിട്ട് ബൗണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ തന്മാത്ര പോലും അതിന്റെ പ്രവർത്തനങ്ങള് ദൈവികമായ ആ ക്രമീകരണത്തിനനുസരിച്ചേ ഉണ്ടാവുകയുള്ളൂ. അതിലൊന്നും ഇടപെടാനും മനുഷ്യന് സാധിക്കാറില്ല, അല്ലെങ്കിൽ വേറെ ആർക്കും സാധിക്കാറില്ല. അള്ളാഹു ഒരു സ്പേസ്, ഒരു റേഞ്ച് നിശ്ചയിച്ചതുണ്ട്. അതിലൊക്കെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്താൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശം തൊട്ട് ഭൂമി വരെ, അല്ലെങ്കിൽ ഉപരിലോകത്തുനിന്ന് അവൻ ഭൂമിയിലേക്ക് നിരന്തരമായി നിർദ്ദേശങ്ങൾ നൽകുകയും അവയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവികമായിട്ട് ഓരോ സംഗതിയുടെയും പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യുന്ന കൽപ്പനകളാണ് നിരന്തരമായി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉപരിലോകത്തു നിന്നാണ്. സമാ എന്നത് അള്ളാഹുവിന്റെ ഇടമായിട്ട് പരാമർശിക്കുന്ന കാണാൻ കഴിയും. സമാ എന്ന വാക്കിന് ഉപരിലോകം എന്ന ഒരു അടിസ്ഥാന ആശയമാണുള്ളത്. അപ്പോ സമായിൽ നിന്നാണ്, ഉന്നതമായ ഇടങ്ങളിൽ നിന്നാണ് അവൻ ഭൂമിയിലേക്ക് അവന്റെ കൽപ്പനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയെയും പ്രവർത്തനക്ഷമമാക്കുന്നതിന്റെ അവന്റെ അമ്ര്, അവന്റെ കൽപ്പന, അവന്റെ നിർദ്ദേശം, അത് അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അത് അവന്റെ സമ്പൂർണമായ തദ്ബീറിലാണ്. അവനാണ് അതിന്റെ മുദബ്ബിർ. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ചില ആളുകളെ വഴിപഴപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ചില മുസ്ലിംമാര് പറയുന്ന കേൾക്കാം പലപ്പോഴും. ഈ ചില ആളുകളെ പറ്റി അവര് ഔലിയാക്കന്മാരാണ്, അവരാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ. നമുക്ക് അവരുടെ ഒരു തമാശയായിട്ട് നമുക്ക് തൽക്കാലം അങ്ങ് മാറ്റിവെക്കാം. എന്തായാലും അള്ളാഹുവാണ് പ്രപഞ്ച സാകല്യത്തിലെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും ബൃഹത്തും ഒക്കെയായ സകല സംഗതികളെയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒരു സംഗതിയും അവന്റെ പിടുത്തത്തിൽ നിന്ന്, നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നില്ല. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. വ്യത്യസ്തമായ രീതിയിലാണ് ഈ വാക്യത്തെ മുഫസ്സിറുകൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് അതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. അറബി ഭാഷയിൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ശരിയായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ഈ വിവർത്തനത്തിൽ വ്യതിചലിക്കാൻ കഴിയില്ല. ആകാശം മുതൽ ഭൂമി വരെ എന്നൊക്കെ പറയുന്നുണ്ട്. ആകാശത്തിലും ഭൂമിയിലും പരിമിതമല്ല ഇത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും അവന്റെ ആ ഉന്നതമായ ആ സ്ഥാനത്ത് നിന്ന് അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ കൽപ്പനകളാൽ എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. യുദബ്ബിറുൽ അംറ, അവന്റെ കൽപ്പനകളെ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തിൽ അല്ലെങ്കിൽ ഉന്നതിയിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് അവന്റെ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, അവയെ
തദ്ബീർ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, അവയെ ഏറ്റവും ഫലപ്രദമായ വിധത്തില് ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നു. സുമ്മ യഅ്റുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅഉദൂൻ. പിന്നീട് ഇതൊക്കെയും തന്നെ അവനിലേക്ക് കയറി പോകുന്നു, അവനിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സുമ്മ യഅ്റുജു ഇലൈഹി, എന്താണ് ഈ കയറി പോകുന്നത്? ഇതിന്റെ റെഫറൻസ് നമുക്ക് അംറിലേക്കായിട്ടാണ് കാണാൻ കഴിയുക. യുദബ്ബിറുൽ അംറ എന്ന് പറഞ്ഞല്ലോ. ആ അംറ് അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ്. ഉപരിലോകത്ത് നിന്ന് അള്ളാഹു ഓരോ സൃഷ്ടിജാലത്തിനും ഓരോ പ്രതിഭാസത്തിനും അവന്റെ സൃഷ്ടിയായിട്ടുള്ള ഓരോ സംഗതിക്കുമുള്ള ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് അവന്റെ എല്ലാ സൃഷ്ടികൾക്കുമായിട്ട് നൽകപ്പെടുന്ന സംഗതികളാണ്. അത് പക്ഷെ ഒരു നാളിൽ സ്റ്റോക്ക് എടുപ്പിന് വേണ്ടി, അത് സംബന്ധമായ ഒരു വിലയിരുത്തലിന് വേണ്ടി അതൊക്കെയും തന്നെ അവന്റെ അടുക്കിലേക്ക് തിരികെ എത്തുകയാണ്. അവന്റെ കൽപ്പനകള്, അവന്റെ ഈ ഓരോ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണത്തിനുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളും അതൊക്കെയും തന്നെ സുമ്മ യഅ്റുജു ഇലൈഹി, അവനിലേക്ക് തിരികെ കയറി പോകുന്നു. ഫീ യൗമിൻ, ഒരു നാളിൽ. എന്താണ് ആ നാളിന്റെ പ്രത്യേകത? കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅഉദൂൻ. നിങ്ങൾ കണക്കാക്കുന്ന, നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ദിവസങ്ങളുടെ കണക്കില് അത് നിങ്ങളുടെ ഒരു 1000 വർഷത്തിന് തുല്യമായതാണ്. അപ്പൊ ഒരു നാളിൽ ഈ അമ്രുകളൊക്കെയും തന്നെ, ദൈവിക കൽപ്പനകളും ശാസനകളും അടങ്ങിയ ഈ സകല സംഗതികളും അവന്റെ അടുക്കലേക്ക് തിരികെ എത്തുന്നു, തിരികെ കയറി പോകുന്നു. അള്ളാഹുവിന്റെ ആ ഉന്നതമായ പദവിയെയാണ് ഈ കയറി പോവുക എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു ചിത്രം മനസ്സിൽ വരയ്ക്കാൻ എളുപ്പമാക്കുന്ന വിധത്തിലാണ് ഈ പദപ്രയോഗങ്ങൾ. പക്ഷെ നമ്മൾ സങ്കല്പിക്കുന്നതിനൊക്കെ എത്രയോ വ്യത്യസ്തമായി ആയിരിക്കും ഈ ഒരു കാര്യം ഉണ്ടാവുക. നമ്മൾ ആകാശം എന്ന് പറയുമ്പോൾ ഉയർന്ന വാനലോകം, അപ്പൊ അങ്ങോട്ട് കയറി പോവുക എന്നൊക്കെ പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ. ആ ആശയം പ്രാഥമികമായിട്ട് അങ്ങനെ ഒരു വിഷ്വൽ ഇമാജിനേഷൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ്. പക്ഷെ അത് നമ്മുടെ ഒരു വിഷ്വൽ ഇമാജിനേഷൻ മാത്രമാണ്, അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഈ അമ്ര് മുഴുവനായിട്ടും തിരികെ കയറി പോകുന്നു. അതിനായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു നാളുണ്ട്. ഒരു നാളിലാണ് അത് സംഭവിക്കുക. ഫീ യൗമിൻ, ആ നാളിന്റെ പ്രത്യേകത കാന മിഖ്ദാറുഹു, അതിന്റെ അളവ്, അതിന്റെ നിർണയം എന്താണ്? അൽഫ സനത്തിൻ മിമ്മാ തഅഉദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ 1000 വർഷങ്ങളുടെ ഡ്യൂറേഷനാണ് ആ ഒരു ദിവസത്തിന് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം വ്യക്തമായല്ലോ. യൗമ് എന്നത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ സങ്കല്പിക്കുന്ന പോലെയുള്ള യൗമ് എന്ന അർത്ഥത്തിലല്ല എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ചിലയിടത്ത് ഇപ്പോ ഇവിടെ തന്നെ ഒരു നാളിനെ കുറിച്ച് പറയുന്നത് 1000 വർഷങ്ങളുടെ ഡ്യൂറേഷനാണ് ആ ഒരു ദിവസത്തിന് എന്നാണ്. വേറൊരിടത്ത് 50,000 വർഷങ്ങൾ എന്ന് പരാമർശിക്കുന്നതും കാണാൻ കഴിയും. അപ്പൊ അത് ഒരു കാലഗണന, അല്ലെങ്കിൽ ഒരു സ്റ്റേജ്, ഒരു ഫേസ്, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം എന്നൊക്കെ പറയാവുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു നാള് സകല ദൈവിക കൽപ്പനകളും നിർദ്ദേശങ്ങളും അവന്റെ അടുക്കലേക്ക് തിരികെ എത്തുന്ന, അതിനുള്ള റെസ്പോൺസ് തിരികെ എത്തുന്ന ഒരു നാള്. അത് നിങ്ങൾ കണക്കാക്കുന്ന, നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന 1000 വർഷങ്ങളുടെ ഡ്യൂറേഷൻ വരുന്ന ഒരു നാളാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മിഖ്ദാർ എന്ന് പറഞ്ഞ അളവാണ്. ഇവിടെ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറയാൻ കഴിയും. അതിന്റെ സമയം അല്ലെങ്കിൽ സമയഘട്ടം അത് 1000 വർഷങ്ങൾക്ക് തുല്യമായതാണ്. മനുഷ്യന്റെ കാലഗണനയിലുള്ള ഒരു ഡേ എന്നൊരു ആശയം ഉണ്ടല്ലോ. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 1000 വർഷങ്ങളുടെ
ഡ്യൂറേഷനാണ് ആ ഒരു ദിവസത്തിന് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയാണ് ദാലിക അലിമുൽ ഗൈബി വശഹാദ, അതാണ് ദൃശ്യവും അദൃശ്യവും ഒക്കെ അറിയുന്നവനായ അള്ളാഹു. അള്ളാഹു എന്താണ്, അള്ളാഹു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏത് വിധത്തിൽ അള്ളാഹുവിനെ നമുക്ക് ഈ പ്രപഞ്ച സംവിധാനത്തിൽ അനുഭവപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള നമ്മുടെ കൺസേൺസിനൊക്കെ ഉത്തരം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് ദാലിക ആലിമുൽ ഗൈബി വശഹാദ, ഇതാണ് ദൃശ്യവും അദൃശ്യവുമായ സകലതും അറിയുന്നവൻ ആയ അള്ളാഹു. അവന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന് അൽ അസീസ് അർ റഹീം. ഒന്ന് അൽ അസീസ് എന്നതാണ്, അജയ്യനാണ്, പ്രതാപവാനാണ്. ഒരാളുടെയും കരുത്തോ ശക്തിയോ അധികാരമോ ഒന്നും അവന്റെ മുന്നിൽ വിലപ്പോവില്ല. അതിനേക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന പ്രതാപവും ശക്തിയും അധികാരവും അജയ്യതയും ഉള്ളവനാണ് അള്ളാഹു. അതേ സമയത്ത് അർ റഹീം, അവന് കാരുണ്യവാനുമാണ്. അജയ്യത ഉള്ള വലിയ തമ്പുരാക്കന്മാരൊക്കെ കരുണ കാണിക്കുന്നതിൽ ഒരുപാട് പുറകിലായിരിക്കും. അത് ലോകത്തെ വരട്ടുന്ന സാമ്രാട്ടുകളായാലും ഓരോ പ്രാദേശിക തലത്തിലുള്ള നാടുവഴികളെ പോലെയുള്ള ആളുകളായാലും അധികാരം, അവരുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ തലയെടുപ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കരുണ എന്ന ഒരു സംഗതി അവരിൽ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന്റെ അടയാളങ്ങൾ പോലും ഇല്ലാത്തവരാണ് അത്തരം ആളുകളിൽ കൂടുതൽ പേര്. അള്ളാഹു അവനെ പറ്റി തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ദൃശ്യവും അദൃശ്യവുമായ സകലതും അറിയുന്നവനായ അള്ളാഹു ഈ മുകളിൽ വിവരിക്കപ്പെട്ട വിധത്തിലുള്ളവനാണ്. എന്നിട്ട് അവന്റെ രണ്ട് ഗുണങ്ങൾ കൂടി പറയണം. അവന് ഇസ്സത്തുള്ളവനാണ്, അവന്റെ പ്രതാപം, അവന്റെ അജയ്യത, അവന്റെ മാച്ച്ലെസ്നെസ് എന്നത് അത് വളരെ നിസ്തുലമായതാണ്. ഒരാൾക്കും അവന്റെ മുന്നിൽ വന്ന് മികവ് കാണിക്കാൻ സാധിക്കുന്ന വിധത്തില് ഒരു പ്രഭ കുറഞ്ഞു പോകുന്ന ഒരു സംഗതിയല്ല അവന്റെ അസ്തിത്വം. അതേ സമയത്ത് തന്നെ അവന്റെ എല്ലാ കരുത്തും അധികാരവും സാധ്യതയും ഇരിക്കെ തന്നെ അവൻ അങ്ങേയറ്റം കരുണയുള്ളവനുമാണ് എന്നതാണ് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സർവ്വസാധ്യതകളും സർവപ്രതാപവും കാണിക്കാനുള്ള അവസരം ഉണ്ടാവുമ്പോഴും അവൻ മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളോടും അതീവ കരുണാർദ്രമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. മനുഷ്യന് അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോഴും അവഗണിക്കുമ്പോഴും യാതൊരു പരിഗണനയും നൽകാതെ ഇരിക്കുമ്പോൾ പോലും അസംഖ്യം കാരുണ്യം ആണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ പോലും അള്ളാഹുവിന്റെ കാരുണ്യം കാരണമായിട്ട് നൽകിയിട്ടുള്ള സംസാര വൈഭവവും നട്ടെല്ല് നിവർത്തി നിൽക്കാനും ഞെളിയാനും ഒക്കെ ഉള്ള കഴിവും ഒക്കെ അള്ളാഹ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതൊന്നും പിൻവലിക്കുന്നില്ല. അതൊക്കെ അവരെ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് അള്ളാഹുവിനോടുള്ള ധിക്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോ ആലിമുൽ ഗൈബി വശഹാദ അൽ അസീസുർ റഹീം, അവനാണ് ഈ മുകളിൽ വിവരിക്കപ്പെട്ട അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങിയിട്ട് നടത്തിയിട്ടുള്ള വിവരണം ഉണ്ടല്ലോ. ആ വിവരണത്തിലെ അള്ളാഹു അവനാണ് ദൃശ്യവും അദൃശ്യവും ഒക്കെ അറിയുന്നവനായ, അതുപോലെ പ്രതാപമുടയവനും കരുണ പറ്റിയിട്ടില്ലാത്തവനുമായ, ആർദ്രതയുള്ള കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹു അവനാണ് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ തുടർന്നുള്ള ആയത്തുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കുറേശ്ശെയായിട്ട് പഠന വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.